ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഈസി കാരമൽ മിൽക്ക് പുഡിംഗ് ആണ്. അപ്പോൾ ഇത് അധികം ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് എല്ലാവർക്കും തന്നെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കാരമൽ മിൽക്ക് പുഡിംഗ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ പഞ്ചസാര വെള്ളമൊന്നും ചേർക്കാതെ തന്നെയാണ് നമ്മൾക്ക് കാരമലൈസ് ചെയ്തെടുക്കാൻ പോകുന്നത്. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിലായാൽ പെട്ടെന്ന് ഇതൊന്ന് കരിഞ്ഞു പോകും. നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്ത് നല്ലൊരു മെൽറ്റായി വരും. നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമ്മളിത് മെൽറ്റായിട്ട് വരും. കണ്ടോ, അതിനകത്ത് കാണുന്ന പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് മെൽറ്റ് ചെയ്ത് വരും. നമ്മുടെ പഞ്ചസാരയൊക്കെ മെൽറ്റായി നല്ലൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ആവുന്നതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവമെന്ന് പറയണത്. അതിന് കൂടുതലായി കഴിഞ്ഞാൽ ഇത് നമ്മുടെ പഞ്ചസാര കരിഞ്ഞു പോവും. അപ്പോൾ നല്ലൊരു കരിച്ചോവയായിരിക്കും. അപ്പോൾ നമ്മുടെ കാരമൽ അതായിട്ടുണ്ട്. നമുക്കിനി നമ്മൾ ഏത് ഡിഷിലാണോ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്നത് അതിലേക്ക് നമുക്കിന്ന് ഒഴിച്ചു വയ്ക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ട്രേയിലാണ് നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടി കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളിത് കാരമലൈസ് ചെയ്ത് അന്നേരം തന്നെ ഇത് ചെയ്യണം, അല്ലെങ്കിൽ ഇത് സെറ്റായി പോകും. അപ്പോൾ നമുക്കിനി ബാക്കി പുഡിങ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് മിൽക്ക് പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു 1/2 ലിറ്റർ പാല് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. ഒരു 1/4 കപ്പ് പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചേർക്കാം. ഇനി മധുരം വേണ്ടവരാണ് 1 കപ്പ് ചേർക്കാം, അല്ല കുറവ് മതിയെങ്കിൽ 1/2 കപ്പ് ചേർത്താലും മതി. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. അപ്പോൾ വാനിലയുടെ ഒരു പ്രത്യേക ഫ്ലേവറും കൂടെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ വാനില എസൻസും കൂടെ ചേർക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. അതുപോലെ തന്നെ കുറച്ച് ചെറി, ഞാനൊരു 6-7 ചെറി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും ഓപ്ഷണലാണ്, കാരണം നമ്മൾ ചെറിയ കടുപ്പ് കിട്ടാൻ വേണ്ടി മാത്രം ചെയ്യുന്നുള്ളൂ. വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി ഇത്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന പാലിൽ തന്നെ ഒന്ന് നല്ലപോലെ ഒന്ന് കലക്കി അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ കോൺഫ്ലവർ ആണ് നമ്മുടെ ഈ പാൽ നല്ല ഇങ്ങനെ കുറുകിയ പരുവാക്കി തരുന്നത്. അപ്പോൾ നമ്മൾ വേറെ ഒന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. ഇനി കോൺഫ്ലവർ ഇല്ലാത്തവർക്ക് റവ അങ്ങനെയൊക്കെ ചേർക്കാം. അപ്പോൾ അതാണ് റവ പുഡിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയണത്. അപ്പോൾ നമ്മൾ മിൽക്ക് പുഡിംഗ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് കോൺഫ്ലവർ മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പം ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ നമ്മൾ പാലിനകത്തോട്ട് കലക്കും കൂടെ ചേർക്കണം. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല കുറുകി വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും, നല്ല കുറുകി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളാണ്, നമ്മൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. പാല്, പഞ്ചസാര, വാനില എസൻസ്, കോൺഫ്ലവർ ഇത്രയും തന്നെ മതി. ഇനി നമ്മൾ ഇപ്പോൾ ചെറിയൊരു കടുപ്പ് കിട്ടാൻ വേണ്ടി ക്യാരറ്റും ചെറിയൊക്കെ ചേർത്തിരിക്കുന്നു മാത്രം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് നമ്മുടെ പാല് വേണ്ടത്. ഇത് നമ്മളിനി ഫ്രിഡ്ജ് വെച്ച് കഴിയുമ്പോൾ നല്ലപോലെ അത്യാവശ്യം നല്ലൊരു ജെല്ലി ഷേഡായിട്ട് നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ടുണ്ട്. നമ്മുടെ പാലാണെങ്കിൽ തിളച്ചിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പുഡിങ്ങിന് വേണ്ടിയുള്ള എല്ലായിട്ടും നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ആറിയതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രേയിലേക്ക് നമുക്കിത് നല്ലപോലെ ഒന്ന് ഒഴിച്ച് നമുക്ക് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിക്കാം. ഫ്രിഡ്ജ് വെച്ചാൽ മതി, ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. ഫ്രിഡ്ജ് വെച്ച് നമ്മളൊരു 6 മണിക്കൂറിന് ശേഷം നമുക്കിത് എടുത്തു നോക്കാം. അപ്പോൾ ഇത് ഞാൻ 6 മണിക്കൂറിന് ശേഷം ഞാൻ പുറത്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അത്യാവശ്യം നല്ല സെറ്റായിട്ടുണ്ട്. നമുക്കിതൊരു ട്രേയിലേക്ക് നമുക്കൊന്ന് എടുത്തു നോക്കാം. നല്ല കാരമലൈസൊക്കെ നല്ല ഇതായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കാരമൽ മിൽക്ക് പുഡിങ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്, നല്ല സ്വീറ്റാണ്. അതുപോലെ തന്നെ ആ ഇടയ്ക്ക് നമ്മൾ ക്യാരറ്റും ചെറിയും ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ലപോലെ കടിക്കാൻ കിട്ടുന്നു. അതും ഒരു പ്രത്യേക ടേസ്റ്റ് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.